ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 13ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒരുക്കിയ ദൈവ പദ്ധതി. മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ടവനാണ്. കാരണം അപ്രകാരം നിലംപതിച്ച് കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ അവിടെ നിന്ന് വീണ്ടെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മാത്രമേ അത് കഴിയൂ. ദൈവം അതിനായിട്ട് ഒരു പദ്ധതി ക്രമീകരിച്ചു. ഇതാണ് നമ്മുടെ പഠനം. അതിനായി ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. താനായിരുന്ന വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. ആ മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം. അബ്രാം എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് ദൈവം ആ പേര് മാറ്റി അനേക വിശ്വാസികളുടെ പിതാവെന്നർത്ഥം വരുന്ന അബ്രഹാം എന്ന പേരാക്കി. ദൈവം ഈ മനുഷ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. കാരണം ഈ വ്യക്തിയിലൂടെയാണ്, ഈ വ്യക്തിയുടെ വംശാവലിയിലൂടെയാണ് ഭൂമുഖത്ത് വീണ്ടെടുപ്പ് സംഭവിക്കേണ്ടത്. അപ്പോൾ ഒരു ജനത ആ വ്യക്തിയിലൂടെ ക്രമീകരിക്കപ്പെട്ടു. ഇസ്രയേൽ ജനത ആ വ്യക്തിയിലൂടെ ഒരുക്കപ്പെട്ടു. ഇസ്രയേൽ ജനതയുടെ പിതാവാണ് അബ്രഹാം എന്ന ഈ വ്യക്തി. അബ്രഹാമിൻ്റെ വംശ പാരമ്പര്യത്തിലൂടെയാണ് രക്ഷകനായ ക്രിസ്തു അഥവാ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിക്കേണ്ടത്. ക്രിസ്തുവാണ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം അയച്ച വ്യക്തി. ദൈവം തന്നെയായ ദൈവപുത്രനായ ക്രിസ്തു. ഇപ്പൊ ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12ാം അധ്യായത്തിലാണ് എൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിന്റെ 1, 2, 7 വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഒരു വാഗ്ദാനം നൽകി. ദൈവം തൻ്റെ മക്കൾക്കെല്ലാം വാഗ്ദാനങ്ങൾ നൽകുന്നവനാണ്. ലോകത്ത് നമ്മൾ പലരും വാഗ്ദാനങ്ങൾ നൽകുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിവൃത്തിയാകില്ല. പക്ഷെ ദൈവം നൽകിയ വാഗ്ദാനം നിവൃത്തിയാകും. കാരണം ദൈവം പോഷ്ക്ക് പറയാത്തവനാണ്. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിനക്കൊരു ദേശം നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും. അപ്പോൾ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൽ 2 ഘടകങ്ങൾ ഉള്ളതായിട്ട് കണ്ടു. ഒന്ന് ജാതിയാക്കും, മറ്റൊന്ന് ദേശം തരും. ഈ വാഗ്ദാനം അത് തുടർമാനമായി നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ സിനായ് മലയുടെ അടുക്കൽ വരെ വരുന്ന കാലഘട്ടത്തിലേക്ക് പരിശോധിക്കുമ്പോൾ, കാരണം മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടമാണ് സിനായ് മല. പുതിയ നിയമം നൽകി പഴയ നിയമത്തെ ദൈവം നൽകിയ പഴയ നിയമം നൽകിയ സ്ഥലമാണ് സിനായ് പർവ്വതം. അവിടം വരെയുള്ള കാലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം അത് ദൈവം എന്ത് ചെയ്തു? ഒരു ഉടമ്പടിയാക്കി മാറ്റി. ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. യഹോവ എന്ന നാമം തന്നെ ആ ഉടമ്പടികളുടെ ദൈവം എന്ന അർത്ഥം തരുന്നതാണ്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഉടമ്പടിയായി. അത് ഉൽപ്പത്തി പുസ്തകം 15ാം അധ്യായത്തിൽ ദൈവം 3 മൃഗങ്ങളെ കൊണ്ടുവന്ന് നടുവെ പിളർന്ന് 2 വശത്തും വെക്കുകയും 2 പക്ഷികളെ കൊണ്ടുവരാൻ പറയുകയും അബ്രഹാം ഗാഠനിദ്രയിലാവുകയും അതിൻ്റെ നടുവിലൂടെ ദൈവം കടന്നുപോയി ഒരു തീച്ചുള്ള പോലെ ദൈവം കടന്നു പോവുകയും അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. ആ നിയമത്തിൻ്റെ അടയാളമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരു പരിച്ഛേദന എന്നൊരു നിയമം കൂടി കൊടുത്തു. ദൈവമായി നിയമം ചെയ്തിട്ട് അടയാളം അവരുടെ ശരീരത്തിൽ കൊടുത്തു. അത് എന്നും അത് ഓർമ്മിക്കുവാനായിട്ട് പുരുഷന്മാർക്ക്. ഇവിടെ ദൈവത്തിൻ്റെ ഭാഗം ദൈവം വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്ത് ഞാൻ നിനക്ക് നൽകി തരും, നിന്റെ സന്തതിയിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടും. ദൈവം ആ വാഗ്ദാനം വീണ്ടും ഉറപ്പിച്ചോടെ. മനുഷ്യൻ്റെ ഭാഗത്ത്, അബ്രഹാമിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞ കൽപ്പനകൾ വിശ്വസ്തയോടെ അനുസരിക്കണം. ഈ കൽപ്പന 2 ഭാഗങ്ങളുണ്ട്. ദൈവം നമുക്ക് കൃപയാൽ നമുക്ക് രക്ഷ ഒരുക്കി തന്നു, നാം വിശ്വാസത്താലെ രക്ഷയുടെ ഘടകങ്ങൾ അനുസരിക്കണമെന്നുള്ളതുപോലെ. അപ്പോൾ ഇവിടെ ദൈവം ഈ വാഗ്ദാനം ഒരു ഉടമ്പടിയാക്കി. ഈ പരിച്ഛേദന എന്ന് പറയുന്ന അടയാളം, ഉടമ്പടിയുടെ അടയാളം ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ബൈബിള് കാലഘട്ടങ്ങളായി നമുക്ക് തിരിച്ച് പഠിക്കാൻ പറ്റും. പിതാക്കന്മാരുടെ കാലം, മോശയുടെ കാലം, ക്രിസ്തീയ കാലം. ഇപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്ന ആ ഉടമ്പടിയുടെ അടയാളമാണിത്. ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന മോശയുടെ കാലഘട്ടത്തിന് കീഴിലുള്ളവർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. ഇന്ന് പരിച്ഛേദന ആവശ്യമില്ല. ക്രിസ്തീയ കാലത്തിൽ, പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ പരിച്ഛേദന നിയമം ഇന്ന് പ്രാബല്യത്തിലില്ല. അത് ക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോൾ തന്നെ പഴയ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു, നിവർത്തിയായി. ഇന്ന് വേണ്ടത് ആത്മീക പരിച്ഛേദനയാണ്. പാപശരീരത്തെ വെട്ടിമാറ്റി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ജഡശരീരം ഉരിഞ്ഞു കളയുന്ന, അതായത് പാപത്തെ വെട്ടിമാറ്റുന്ന, പരിച്ഛേദനം ചെയ്യുന്ന ഒരു അനുഭവമാണ് പുതിയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടത്. അത് സ്നാനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പിലൂടെ ഒരു വ്യക്തി സുവിശേഷം കേട്ട് അനുസരിക്കുമ്പോഴാണ് അവൻ വീണ്ടും ജനിക്കുന്നത്, പുതിയ സൃഷ്ടിയാകുന്നത് എന്ന് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതേ സമയത്ത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ദൈവം ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞു. യിരെമ്യാ പ്രവാചകനിലൂടെ മറ്റു പല പ്രവാചകന്മാരിലൂടെ അത് മുൻകൂട്ടി പറഞ്ഞു, ഈ പഴയ നിയമം ഞാൻ നീക്കിക്കളയും, പഴയ നിയമം എടുത്തു കളയും. എങ്ങനെ എടുത്തു കളയും? നിവൃത്തിയാക്കിക്കൊണ്ട് എടുത്തു കളയും. വെറുതെ വലിച്ചേറി കളയുന്നല്ല, അത് നിവൃത്തിയാക്കിക്കൊണ്ട് ഇനി അത് വേണ്ട എന്ന നിലയിൽ ദൈവം ഒരു പുതിയ ഉടമ്പടി വരാൻ പോകുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 31 മുതൽ 34 ഉള്ള വാക്യങ്ങളിൽ യിരെമ്യാ പ്രവാചകനിലൂടെ അത് നമുക്ക് പറയുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പണ്ട് നിങ്ങളുടെ പിതാക്കന്മാരെ കൈപിടിച്ച് മിസ്രയീം നാട്ടിലേക്ക് കൊണ്ടുവന്ന നാളിൽ, മിസ്രയീം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, പുതിയൊരു നിയമം ഞാൻ ചെയ്യും. ഈ പുതിയ നിയമത്തിന്റെ വിശേഷത എന്താണ്? പഴയ നിയമത്തിന് കീഴിലുള്ള ഒരു മനുഷ്യർക്ക് എത്ര യാഗങ്ങൾ കഴിച്ചാലും ഇബ്രായ ലേഖനം 10 അധ്യായം പറയുന്ന പോലെ അവിടെ പാപങ്ങൾക്ക് മോചനമില്ല. തൽക്കാലം ഇങ്ങനെ മറച്ചിടാമെന്നല്ലാതെ വീണ്ടും അടുത്ത വർഷം അതേ യാഗം കഴിക്കണം. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തരും, ഇനി നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. പുതിയ നിയമത്തിന്റെ പ്രത്യേകത, ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, പാപമോചനം. അതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി, പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹം. അതാണ് കർത്താവ് യേശുവിനെ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൂതൻ വന്ന് മറിയോട് സംസാരിക്കുമ്പോൾ, നിനക്കൊരു മകൻ ജനിക്കും, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് ഇവന് യേശു എന്ന പേരാണ്. യേശു എന്ന പേര് തന്നെ വ്യക്തമാക്കി പറയുന്നത് പാപമോചകൻ എന്നാണ്. അപ്പോൾ പാപമോചനം തരുന്നതിനായിട്ട് ദൈവം അവസാനം മനുഷ്യരായി കടന്നു വരികയാണ്. മനുഷ്യൻ്റെ ആവശ്യം അത് തന്നെയാണ്. സമ്പത്തും സൗന്ദര്യവും വിദ്യാഭ്യാസവും ജോലിയും തൊഴിലും ഒന്നുമല്ല മനുഷ്യൻ്റെ ആവശ്യം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവൻ പാപം മോചിക്കപ്പെടണം. അത് കഴുകിയാൽ മാറില്ല, കുളിച്ചാൽ മാറില്ല, വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞാൽ മാറില്ല. ദൈവം പാപങ്ങൾ ക്ഷമിച്ചു തരണം. അതിനാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ പുതിയ ഉടമ്പടി പ്രകാരം ദൈവ മക്കൾ എന്ന് പറയുന്നത് ആര് എന്ന ചോദ്യത്തിന് പുതിയ ഉത്തരം കിട്ടുകയാണ്. പഴയ ഉടമ്പടി പ്രകാരം ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ മക്കൾ, ദൈവ ഉടമ്പടി ചെയ്ത സമൂഹം. പക്ഷെ പുതിയ ഉടമ്പടി പ്രകാരം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച ദൈവമക്കളാണ്. വചനപ്രകാരം ദൈവത്തിൻ്റെ മക്കൾ. ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ യാതൊരു അവകാശവാദവുമില്ല. അതെല്ലാം അവസാനിച്ചു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ. പക്ഷേ ഇസ്രായേലുകൾക്ക് ദൈവത്തിൻ്റെ മക്കളായി തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിധേയപ്പെടണം. കർത്താവ് യേശുവിനെ രക്ഷകനായി മച്ചികയായിട്ട് അംഗീകരിക്കാൻ തയ്യാറായി ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ചാൽ അവർക്കും ദൈവമക്കളായി. കാരണം അവർ നല്ല ഒലിവ് കൊമ്പുകളാണ്. ദൈവത്തിന് അവരെ വെട്ടി മാറ്റപ്പെട്ടു, പക്ഷെ അവരെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരേ ഇനമാണ്. വേരുകളായ പിതാക്കന്മാർ വഹിക്കുന്ന മരത്തിൻ്റെ കൊമ്പുകളാണ് അവർ പക്ഷെ അവിശ്വാസത്താൽ വെട്ടിക്കളഞ്ഞു. വചനത്തെ അനുസരിച്ചില്ല, കർത്താവ് ദൈവത്തോട് വിശ്വസ്തത കാണിക്കാത്തതുകൊണ്ട് വെട്ടിമാറ്റപ്പെട്ടു. അവർക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ മസിഹായി അംഗീകരിച്ച സുവിശേഷം അനുസരിക്കും. അപ്പം ഉടമ്പടി മാറ്റപ്പെട്ടു. പഴയ ഉടമ്പടി അവസാനിച്ചു, ക്രിസ്തു ക്രൂശിൽ അത് അവസാനിപ്പിച്ചു, പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ഇപ്പം പുതിയ ഉടമ്പടി പ്രകാരം ഇന്ന് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടത് യഹൂദന്മാരല്ല, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പറയുന്ന ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച ദൈവമക്കളാണ്. ഇത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉടമ്പടി മാറിയതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ മരണത്താൽ പുതിയൊരു ജനം ഒരുക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ ന്യായപ്രമാണം നിവൃത്തിയായി എടുത്തു കളഞ്ഞു, നീക്കിക്കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. നിവൃത്തിയാക്കിക്കൊണ്ടാണ് മാറ്റിയത്. ഇനി അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഉദ്ദേശമില്ല. എന്നാൽ മറ്റൊരു വലിയ നിയമം വരുമ്പോൾ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള വിശേഷതയേറിയ ഒരു നിയമം വന്നപ്പോൾ പഴയതിന് ആവശ്യമില്ല. ഇപ്പോൾ കർത്താവിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. ഗലാത്യർക്കെതിരെ ലേഖനം 6 അധ്യായം, ഗലാത്യർക്കെതിരെ ലേഖനം 6 അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനോട് ഇങ്ങനെയാണ് എഴുതിയത്: എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അത് യഹൂദന്മാർ കൊടുത്ത അടയാളം. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി. ഇത് യഹൂദനുമല്ല, യവനനുമല്ല, ഇതെല്ലാവരും പുതിയ സൃഷ്ടികളാണ്. പുതിയ സൃഷ്ടി എത്ര കാര്യം അത് നമുക്കറിയാം. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിലാകുമ്പോഴാണ് പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ ആകണം. ക്രിസ്തുവിലാകുന്നവരാണ് പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി. ഇവിടെ പറയുന്നത് അഗ്രചർവവുമല്ല, പുതിയ സൃഷ്ടി എത്ര കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഇസ്രായേൽ പുതിയ സഭയാണ്. അതാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഇനി ഒരിക്കലും ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല. അവർക്ക് അർഹതയുണ്ടായിരുന്നു. എല്ലാ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് ദൈവം കൊടുത്തു. പക്ഷെ അവർ എന്തിനു വേണ്ടിയാണോ ദൈവം നമുക്ക് നൽകിത്തത്? നമ്മൾ മറക്കരുത്, അബ്രഹാം വിഗ്രഹാരാധനയുടെ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. വിഗ്രഹാരാധന പാരമ്പര്യമുള്ള വ്യക്തിയാണ്.
ആ വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ചൊരു വാഗ്ദാനം നൽകി. ആ വാഗ്ദാനം പിന്നീട് ഉടമ്പടിയായി, ഉടമ്പടിക്ക് അടയാളമായി പരിശോധന കൊടുത്തു. അപ്പോൾ ആ തലമുറയിൽപ്പെട്ട മനുഷ്യർ, അവർ ദൈവം പ്രത്യേക അനുഗ്രഹം കൊടുത്ത് സമ്പത്താരിയവർ നിന്റെ കണ്ണായി, എൻ്റെ പുരോഹിത വർഗമായി, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ജനമായി നിങ്ങളെ ഞാൻ വേർതിരിച്ചു. പക്ഷെ അതൊരു കൽപ്പനകളും ഉടമ്പടികളും കൊടുത്തു, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവരാരും അത് അംഗീകരിച്ചില്ല. അവരെ ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല. ദൈവ മക്കൾ ഇന്ന് ആരാണ്? ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് വീണ്ടും ജനം പ്രാപിച്ച, ക്രിസ്തു രക്തവുമായി ബന്ധപ്പെട്ട് പാപമോചനം പ്രാപിച്ച. മത്തായിയുടെ സുവിശേഷം 26-28 വാക്യത്തിൽ ക്രിസ്തു തിരുവത്താഴ സമയത്ത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തം. താൻ ക്രൂസിൽ മരിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരോട് കൂടി ഇരുന്ന് തിരുവത്താഴം ഭക്ഷിക്കുന്ന സമയത്ത് പറഞ്ഞു, ക്രൂസിൽ ഞാൻ മരിക്കുമ്പോൾ രക്തം ചൊരിയും, ഈ രക്തം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചൊരിയുന്ന രക്തമാണ്. അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പാനപാത്രം. അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇങ്ങനെയാണ് എഴുതിയത്. എബ്രായർ 9:15 അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. എന്നാൽ ക്രിസ്തുവിന്റെ മരണം പഴയകാലത്തുള്ള മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കുന്നു, പുതിയ കാലത്ത് ഇനി സ്നാനപ്പെടാൻ ഇരിക്കുന്ന പാപങ്ങൾക്കും പരിഹാരമാണ്. ക്രിസ്തുവിന്റെ മുന്നോട്ടും പുറകോട്ടും സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളതാണ്. കാരണം ക്രിസ്തുവിന്റെ മരണമാണ്, ക്രിസ്തുവിന്റെ ക്രൂസിലെ യാഗമാണ് പഴയ നിയമ യാഗങ്ങളുടെ എല്ലാം പൂർണ്ണത. ആ മൃഗങ്ങളൊന്നും അവിടെ മൃഗങ്ങളുടെ രക്തം കൊണ്ട് ഒരിക്കലും പാപങ്ങൾ കഴുകപ്പെട്ടില്ല. അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 4 വാക്യങ്ങളിൽ പറയും, വരാനുള്ള നന്മയുടെ നിഴൽ മാത്രമാണ് പഴയ നിയമം. ആ നന്മ ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് മനുഷ്യർക്ക് അനുഗ്രഹം നന്മയുണ്ടാകുന്നത്. ഇപ്പൊ ക്രിസ്തുവിന്റെ മരണം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന, പഴയതിൻ്റെ പുതിയതിൻ്റെ നടുവിൽ നിൽക്കുന്ന വ്യക്തി കർത്താവ് യേശുവാണ്. ക്രിസ്തുവിന്റെ മരണമാണ് മനുഷ്യർക്ക് പാപം ഒരുക്കുന്നത്. എല്ലാവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നു. ആ പാപം ക്ഷമിക്കപ്പെട്ടവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർക്കും. ഒരു പുതിയ സമൂഹം രൂപപ്പെടുകയാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹം. അത് പ്രവർത്തന പുസ്തകത്തിൽ കാണാം. എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 16-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയത്. എഫേസ്യർ 2:16 ക്രൂസിൽ വെച്ച് ശത്രുതമില്ലാതാക്കി. യഹൂദന്മാരും പ്രജാതികളും തമ്മിലുള്ള ശത്രുത്വം. നമുക്ക് സമരിയ പട്ടണത്തിലേക്ക് കർത്താവ് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ 4 നമുക്കറിയാം. യഹൂദന്മാർക്കും സമരിയന്മാർക്കും തമ്മിൽ സമ്പർക്കമില്ല. യഹൂദന്മാർ വേറിട്ട ജനമാണ്. പക്ഷെ ആ അവസ്ഥ നടുച്ചുവർ ഇടിച്ചു കളയുകയാണ്. ക്രൂസിൽ മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനെന്ന്. ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിലാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന എല്ലാവരും ആ ശരീരത്തിമാകുന്ന ക്രിസ്തുവിൻ്റെ ജനമാകുന്ന ആ സഭയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ദൈവത്തോട് നിരപ്പിനുള്ള വാതിൽ തുറക്കപ്പെടുകയാണ്. ശത്രുത അവിടെ അവസാനിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടി, ദൈവത്തിൻ്റെ ആ വലിയ ജാതി. 1 പത്രോസ് 2:9 പത്രോസിലൂടെ അത് ഇപ്രകാരം പറയപ്പെടുകയുണ്ടായി. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെയാണ് എഴുതിയത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനം. പുതിയ സഭയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. ദൈവത്തിൻ്റെ സ്വന്തം ജനം, തൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ സഭയാണ്. അവരാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ, അത് പുതിയ നിയമസഭ. ഇതാണ് പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരു വാഗ്ദാനം ചെയ്തു അബ്രഹാമിനോട്. ആ വാഗ്ദാനം ഉടമ്പടിയായി. ആ വാഗ്ദാനത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഞാൻ നിനക്ക് ഇതിനൊരു വലിയ ദേശമാക്കും, നേഷൻ, വലിയൊരു രാഷ്ട്രമാക്കും. അതോടൊപ്പം നിനക്കൊരു ദേശം തരും. അതോടൊപ്പം ഉടമ്പടിയിൽ മറ്റൊരു അംശമുള്ളത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടും. ആത്മീക സന്തതി, നിന്നിലൂടെ വരുന്ന ഒരു വ്യക്തി മുഖാന്തരം ഭൂമിക്ക് ആത്മീക അനുഗ്രഹം ഉണ്ടാകും. അത് കർത്താവ് യേശുവാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത ഈ വാഗ്ദാനം ഉൽപ്പത്തി പുസ്തകത്തിൽ 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വാഗ്ദാനം ഇസ്ഹാക്ക് എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ സന്തതിക്ക് അത് ഉറപ്പിച്ചു കൊടുക്കും. ഉൽപ്പത്തി 26-ന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗൊരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി യഹോവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകാം. അബീമേലെക്കിൻ്റെ അടുക്കിലേക്ക് പോകാൻ ഈ അബ്രഹാം ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ഷാമം. ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. നിനക്ക് ഇഷ്ടംപോലെ പോകരുത്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവർത്തിയാകണമെങ്കിൽ ഞാൻ പറയുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം, ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിന്റെ ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും.
അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റണമെങ്കിൽ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് നമ്മൾ ഇരിക്കണം. നമ്മൾ താൽക്കാലിക സുരക്ഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഓടിയാൽ, അത് ഏത് രാജ്യത്ത് ഓടിയാലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറില്ല. നമ്മുടെ പുറകെ നടന്ന് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കില്ല. നമ്മളെ ദൈവം ഇരുത്തിയ സ്ഥലത്ത് ഇരിക്കണം എന്നാണ്. അബ്രഹാം പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്തുണ്ട്? എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ എന്ത് ഗുണം? എത്ര ഉന്നത സ്ഥാനക്കയറ്റം കിട്ടിയാലും ദൈവമില്ലെങ്കിൽ എന്ത് നേട്ടം? ദൈവം ഞാൻ നിന്റെ കൂടെ ഇരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിന്നോട് കൽപ്പിക്കുക, ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നിന്റെ സന്തതിക്ക് ദേശമൊക്കെ. അബ്രഹാമിന് കൊടുത്ത അതേ വാഗ്ദാനം, ദേശമൊക്കെയും തരും, നിന്റെ പിതാവ് അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാമിൻ്റെ വാക്ക് കേട്ടിൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും തരും. അബ്രഹാമിന് കൊടുത്ത അതേ വാഗ്ദാനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഇസ്ഹാക്കിന് 2 മക്കളുണ്ട്, ഏശാവ്, യാക്കോബ്. 2 ഉള്ളത് കൊണ്ട് അവർ ആരിലൂടെയാണ് ഈ വാഗ്ദാനം നിവൃത്തിയാകുന്നത്? അത് പിന്നീടാണ് അറിയിക്കപ്പെടുന്നത്. അത് യാക്കോബിലൂടെയാണ്. ഏശാവിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ബലഹീനനായ ഏശാവ്, ജ്യേഷ്ഠാവകാശം തുച്ഛമായ നിലയിൽ തള്ളിക്കളഞ്ഞ, നശിപ്പിച്ച് കളഞ്ഞ ഏശാവ് എത്ര കരഞ്ഞു പറഞ്ഞിട്ട് യാക്കോബിൻ്റെ അനുഗ്രഹം കിട്ടിയില്ല, ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഇസ്ഹാക്കിനെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ഈ ഇസ്ഹാക്കിൻ്റെ സദ്യ യാക്കോബിന് ഈ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തും. അപ്പം അബ്രഹാം തൻ്റെ വാഗ്ദാനം നിറവേറ്റേണ്ട സമയം വരെ താൻ തിരഞ്ഞെടുക്കുന്ന പിതാക്കന്മാർക്ക് തൻ്റെ വാഗ്ദാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ലക്ഷ്യം ദൈവത്തിനുണ്ട്, അത് നിറവേറ്റണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായം 3-4 വാക്യങ്ങൾ വരുമ്പോൾ സർവശക്തനായ ഇവിടെ ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് പറയുന്ന കൂട്ടത്തിലുള്ളതാണ്. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയെ പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരുമാറാകട്ടെ എന്ന് ഇസ്ഹാക്ക് യാക്കോബിനോട് അരുളി ചെയ്യുകയാണ്. അത് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് യാക്കോബിനോട്. നിന്റെ പൂർവ്വപിതാവ് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിന്റെ പിതാവായ ഇസ്ഹാക്കിലൂടെ നിന്നിലേക്ക് വരികയാണ്. അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായി യഹോവയാകുന്നു. ദൈവം അവനെ പ്രത്യക്ഷപ്പെടുകയാണ് യാക്കോബിന്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. എന്നിട്ട് ആത്മീക സന്തതിയെക്കുറിച്ച് വാഗ്ദാനം, നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം കൊണ്ട് ഇതിൻ്റെ സന്തതി അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ പരമ്പരയിലൂടെ വരാൻ പോകും. ആ സന്തതി ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പിതാക്കന്മാരിൽപ്പെട്ട ഈ യാക്കോബ് തൻ്റെ പേര് അവസാനം മാറ്റപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിലാണ് മൽപ്പിടുത്തം നടത്തി അവസാനം അനുഗ്രഹിക്കാതെ നിന്നെ വിടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുഗ്രഹം വാങ്ങിയ യാക്കോബ്, മൽപ്പിടുത്തക്കാരനായ യാക്കോബ് തൻ്റെ തുടം ഉളുക്കി അവിടെ വെച്ച് അവൻ്റെ പേര് മാറ്റി ഇസ്രയേൽ. യാക്കോബിൻ്റെ പേര് ഇസ്രയേൽ എന്ന് മാറ്റി. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രയേൽ. 12 മക്കളുടെ അപ്പനായി. 12 ഗോത്രങ്ങൾ, ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങൾ യാക്കോബിലൂടെ ഉത്ഭവിച്ചു. അതിലൊരു ഗോത്രമാണ് യഹൂദാ ഗോത്രം. അതിനെക്കുറിച്ച് നമുക്ക് ആത്മീക സന്തതിക്കുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. അപ്പം ഇത്രയും നമ്മൾ കണ്ടു. ഈ അബ്രഹാം എടുത്ത വാഗ്ദാനം മോശയുടെ സമയത്ത് അതിനു മുമ്പ് ഉൽപ്പത്തി 15 വെച്ച് അതൊരു ഉടമ്പടിയാക്കി. ഉടമ്പടിയുടെ അടയാളമായിട്ട് പരിചയം കൊടുത്തു. അബ്രഹാം ഈ വാഗ്ദാനം ഇസ്ഹാക്കിലേക്ക് മാറി. പരിചയം എത്ര കാലത്തേക്കുള്ളത് നമ്മൾ കേട്ടു. എന്നിട്ട് ഈ വാഗ്ദാനം ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് മാറി. അവസാനം ഉൽപ്പത്തി 46 എത്തുമ്പോൾ ഇവർ പ്രവാസികളായി പോവുകയാണ്. ഇവർ ക്ഷാമകാലത്ത് വേറെ നിവൃത്തിയില്ലാതെ, ആഹാരം ഇല്ലാതെ വലഞ്ഞ ഇവരെ അങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലാമെന്ന് സാത്താൻ ഉപയോഗിച്ച തന്ത്രത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവം ഒരാളെ നേരത്തെ തന്നെ മുൻകൂട്ടി അയച്ചു, ജോസഫിലൂടെ ഇവരെ അവസാനം അവിടെ ഈജിപ്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. 46-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ്, തനിക്ക് യാത്ര പുറപ്പെട്ടു ബർശേബയിലെത്തി. തൻ്റെ പിതാവ് ഇസ്ഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി. നമ്മുടെ ജീവിതത്തെ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബിന് ദൈവം രാത്രി പ്രത്യക്ഷപ്പെട്ടു. യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ഇപ്പം എത്രമാത്രം ദൈവികമായ ബോധത്തിലാണ് ഈ പിതാക്കന്മാർ ജീവിച്ചത്. ദൈവം വിളിച്ച ഉടനെ അവർക്ക് മനസ്സിലായി ദൈവം വിളിക്കുകയാണ്. ഞാനിതാ.
അവൻ പറഞ്ഞു, അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് പോകാൻ നീ പേടിക്കണ്ട. മനസ്സിലാത്ത സംശയം ഉണ്ടാകും, മിസ്രൈമിലേക്ക് പോകണം. പണ്ട് ദൈവം ഒരിക്കൽ പറഞ്ഞു പോകണ്ട, നീ നിന്റെ നിൽക്കുന്നിടത്തിൽ നിൽക്കാൻ പറഞ്ഞു, ഇപ്പം പറഞ്ഞു പോകാൻ പറഞ്ഞു. ദൈവം പറയുന്ന സമയത്ത് മാത്രമേ പോകാവുള്ളൂ. ദൈവത്തിൻ്റെ ആലോചന പോലെ മാത്രമേ ജീവിക്കാവുള്ളൂ. അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. അവിടെ വെച്ചാണ് വലിയ ജാതിയാകുന്ന വാഗ്ദാനം നിവൃത്തിയാകാൻ പോകുന്നത് എന്ന് അരുളി ചെയ്തു. ഞാൻ നിൻ്റെ കൂടെ മിസ്രൈമിലേക്ക് പോയി, ഞാനും കൂടെ വരും. എന്തൊരു സത്യമാണത്, എന്തൊരു വാഗ്ദാനമാണ്. ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിന്നെ എന്നിട്ട് മടക്കി വരും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടക്കണം. നിനക്ക് നഷ്ടപ്പെട്ടൊരു മകനുണ്ടോ, നീ ഭാരപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് ഇപ്പോൾ. ആ ജോസഫ് തന്നെ നിന്റെ കണ്ണടക്കി എന്നും അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിലും അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റി കൊണ്ടുപോയി. തങ്ങളുടെ ആടുപാടുകളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സ്വത്തുക്കളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി. അപ്പോൾ ഇതൊക്കെ എത്ര വ്യക്തമായി ദൈവം തൻ്റെ കാര്യങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ നിർണയം ഭൂമി നിറവേറ്റുകയാണ്. കാരണം തൻ്റെ പുത്രനായ കർത്താവ് യേശു നമസ്കരിക്കുക ഭൂമിയിൽ കടന്നു വരികയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ഒരുക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടി ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പിതാക്കന്മാർ. ഇപ്പോൾ ഈജിപ്തിലേക്ക് എത്തി. യാക്കോബിൻ്റെ 12 മക്കളടങ്ങുന്ന ഇസ്രയേൽ. ജോസഫ് ഇതിനകം തന്നെ അവിടെ ഉണ്ട്. അവരവിടെ സമർത്ഥമായ ദേശമായ ഗോശേൻ സ്ഥലത്ത് അവരവിടെ താമസിക്കുകയാണ്. ഒരു വലിയ ജനമായി വന്നു. ഫറവോന്റെ പിന്നീട് വന്ന ഫറവോനും കൂട്ടരും ഭയപ്പെടുന്ന വിധത്തിൽ വലിയ ജാതിയായി മാറി. അപ്പൊ ഇത് വളരെ വ്യക്തമായി അബ്രഹാമിന്റെ ദൈവം ചെയ്ത വാഗ്ദാന നിവർത്തിയാണ്. വലിയ ജാതിയാക്കുമെന്ന വാഗ്ദാന നിവർത്തിയാകുകയാണ്. ദേശം എന്നുള്ളത് ഇപ്പം കിട്ടിയിട്ടില്ല, അത് മുന്നിലാണ്. പക്ഷെ ഇപ്പോൾ ജാതിയാക്കുന്ന വാഗ്ദാന നിവർത്തിയായി. അവസാനം 430 വർഷം കഴിയുമ്പോൾ ഈജിപ്തിൽ കിടക്കുന്ന ഇവര് അവിടെ നിന്ന് പുറത്തേക്ക് വരും. അവർ പുറത്ത് സീനായി മലയുടെ ചുവട്ടിൽ വരും. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 16 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശ രൂപം നമുക്കാണ്. ബൈബിൾ വായിക്കുന്നവർക്ക് ഇത് എളുപ്പമായി മനസ്സിലാക്കാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ലേവ്യപുത്രന്മാരുടെ പേരുകൾ ഇങ്ങനെ ഓരോരുത്തരും ഇറങ്ങി വന്ന എല്ലാവരുടെ പേരുകളും എല്ലാം പരാമർശിച്ചവിടെ വ്യക്തമായിട്ട് പറയും. അമ്രാം തൻ്റെ പിതാവായ സഹോദരിയായ യാക്കോബിനെ വിവാഹം കഴിച്ചു. അവന് അഹ്റോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായത്. ഇങ്ങനെ ഒരു വലിയ സമൂഹം, 6 ലക്ഷം പുരുഷന്മാർ. ഇവിടെ ഭാര്യമാർ, കുട്ടികൾ, മൃഗസമ്പത്തുകൾ, ഒട്ടകങ്ങൾ, ആട്, കഴുത തുടങ്ങിയ എല്ലാ മൃഗസമ്പത്തുകളോടി. അത് കണ്ടാൽ തന്നെ ഭയാനകമായ ഒരു ചിത്രമായിരിക്കും. 6 ലക്ഷം പുരുഷന്മാരും അതോടൊപ്പം 25 ലക്ഷത്തോളം ആൾക്കാർ കാണും കുറഞ്ഞ പക്ഷം. അവരെല്ലാവരും കൂടെ പുറത്തേക്ക് വരികയാണ്. ഒരു ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രൈം ദേശത്ത് പുറപ്പെടുന്ന യഹോവ കൽപ്പിച്ച് അഹ്റോനെയും മോശയോടും അവർ ഗണഗണമായി ഓരോ ഗോത്രമനുസരിച്ച് ഓരോ സെക്ഷനായിട്ട് വേർതിരിച്ചാണ് ഇവിടെ ആടുമാടുകളും സമ്പത്തുകളും കുട്ടികളും ഒക്കെ ആയിട്ട്, കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് 430 വർഷം കൊണ്ട് സമ്പാദിച്ചതെല്ലാം അവർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എങ്ങോട്ടാണ്? വാഗ്ദത്ത നാട്ടിലേക്ക്. ഈ അബ്രഹാമിൻ്റെ പറഞ്ഞപ്പോൾ എന്താ പറയുക? 4-ാം തലമുറ വരെ നീ അവിടെ പാർക്കണം. 4-ാം തലമുറ കഴിയുമ്പോഴാണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ 430 വർഷം ലേവിയും കൊഹാത്തും അബ്രാമും മോശയും അഹ്റോനുമെല്ലാം അവരൊക്കെ യാക്കോബിൻ്റെ 4-ാം തലമുറയിൽപ്പെട്ടവരാണ്. അവരെല്ലാം പുറത്തേക്ക് വരികയാണ്. ഉൽപ്പത്തി 15:16 ദൈവം നൽകിയ വാഗ്ദാനം നിവൃത്തിയാവുകയാണ്. ഉൽപ്പത്തി 15:16 ദൈവം പറഞ്ഞു, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമ്മോന്യരുടെ ആക്രമണം ഇതിനെ തിരിഞ്ഞിട്ടില്ല. 4-ാം തലമുറക്കാർ എവിടെ നിന്നാണ് നീ പോകുന്നത് അവിടേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവിടെ അതിനോടൊപ്പം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, പുറപ്പാട് 19-ാം അധ്യായത്തിൽ തിരിച്ചു വരുന്നവരെ സീനായ് മലയുടെ ചുവട്ടിലെത്തുമ്പോൾ ദൈവം അവരുടെ നിയമം ചെയ്യും. അവരെ ഇപ്പോൾ രാജ്യമാക്കാൻ പോവുകയാണ്. ഇതുവരെ ഒരു കുടുംബം, പിതാക്കന്മാരുടെ കാലം എന്നറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. സീനായ് മലയുടെ ചുവട്ടിൽ വരുമ്പോൾ പുറപ്പാട് 19 ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി. രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായ് മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത്. ഒരു കൂട്ടർ തന്നെയാണ്, 2 പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. ഞാൻ മിസ്രൈമിൽ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചെൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികൾ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാണ്.
വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇത്രയും നാളെ അനുഗ്രഹിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു, എൻ്റെ ചുമലിൽ ചുമന്നു, എൻ്റെ ചുമലിൽ ചെന്നു, നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചു. അതൊരു പ്രയോഗമാണ്. ഈജിപ്തിൻ്റെ അടയാളമാണ് വലിയ ചിറകുവിടത്തേക്കുന്ന കഴുകൻ. ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടു. ദൈവം തൻ്റെ അടുക്കൽ വരുത്തി തൻ്റെ ജനത്തെ 430 വർഷത്തെ പരിശീലനം കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കേണ്ട പാഠങ്ങൾ അവരെ പഠിപ്പിച്ച്, അവർ പഠിച്ചില്ലെന്ന് പിന്നെയുള്ള യാത്രയിൽ കാണാം. ദൈവം അവരെ അടുക്കൽ കൊണ്ടുവന്നു, അവരുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ദൈവ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമവിടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയെ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പനകൾ കൊടുക്കുകയാണ്. മറ്റ് ദൈവം ഉണ്ടാകരുത്. പുറപ്പാട് ദിവസം 34-ാം അധ്യായം, പുറപ്പാട് 34-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ദൈവം അവർക്ക് ഉടമ്പടി കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു. 34-ാം അധ്യായം 27-28 യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക, ഈ വചനങ്ങളെ ആധാരമാക്കി ഞാൻ നിന്നോട് ഇസ്രായേലിനോട് നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ 40 പകലും 40 രാവും യഹോവയുടെ കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഇനി നിങ്ങളൊരു രാഷ്ട്രമാണ്, ഒരു നിയമത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കേണ്ട രാഷ്ട്രമാവുകയാണ്. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. ഒരു രാഷ്ട്രമുണ്ടാകാൻ കുറഞ്ഞ പക്ഷം 3 കാര്യങ്ങൾ വേണം. 1, ഒരു ജനം വേണം. 2, നിയമം വേണം. 3, ഒരു ദേശം വേണം. അപ്പം അവർ സിനായ് മലയുടെ ചുവട്ടിൽ വെച്ച് അവരെ ദൈവം രാഷ്ട്രമാക്കി മാറ്റി. അവർക്കൊരു വാഗ്ദാന ഭൂമി കൊടുത്തു, ലാൻഡ് ഓഫ് കനാൻ, കനാൻ ദേശം. അത് നല്ല ഉദ്ദേശത്തോടുകൂടി ദൈവം അവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തു. അവരെ രാഷ്ട്രമാക്കി മാറ്റിയ ദൈവമാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനം. ഉൽപ്പത്തി 12:2 ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനത്തോട് എത്ര വിശ്വസ്തനാണെന്ന് കാണിക്കുകയാണ്. ഇതിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന് ഉവെന്നാണ്, ഒരിക്കലും സംഭവിക്കാതെ പോകില്ല. ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വലിയൊരു ജാതിയായി കഴിഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ. ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടെ നിവൃത്തിയാകി. നീ ദേശം കൊടുക്കാവുന്ന വാഗ്ദാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് നമ്മൾ പൂർത്തിയാകുന്ന കാണും. ഇപ്പോൾ മോശയുടെ നിയമം, ദൈവം മോശയിലേക്ക് സിനായ് മലയിൽ വെച്ച് ചെയ്ത നിയമം പുറജാതികളായും ജനത്തിന് വേണ്ടിയല്ല. ദൈവം വേർതിരിച്ച ഇസ്രായേൽ സമൂഹം അബ്രഹാമിയുടെ പിതാവാണ്. അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക്, യാക്കോബ് തുടങ്ങി അവരിലൂടെ 430 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ ജനതയോട് ദൈവം നിയമം ചെയ്തത് വേറെ ആരോടുമല്ല. അത് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിൻ്റെ 4-ാമത്തെ 1-8 വാക്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലെ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം, ദേശത്ത് നിന്ന് കൈവശമാക്കാൻ പോകുന്നേയുള്ളൂ, തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിന്നോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. അപ്പോൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ മാത്രമേ ദേശം നിങ്ങളുടെ കൈവശം ഇരിക്കുകയുള്ളൂ. അത് ആ കണ്ടീഷൻ മറക്കരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം വ്യക്തമായിട്ട് അവരോട് പറയാം. എൻ്റെ 8-ാം വാക്യത്തിൽ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത് ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന നീതിയും ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പോലെ അനുഗ്രഹിക്കപ്പെട്ട നിയമ സംവിധാനമുള്ള മറ്റാർക്കുമില്ല. അത് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്കുകളിൽ മോശ കൃത്യമായിട്ട് പറയും ആരോടാണ് ദൈവം ഈ പഴയ നിയമം ചെയ്തത്. മോശ എല്ലാ ഇസ്രായേലിനോട് വിളിച്ച് പറഞ്ഞു എന്തെന്നാൽ, ഇസ്രായേലെ, ഞാനിത് നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന ചട്ടങ്ങളുടെ വിധികളും കേൾപ്പീൻ, അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ ദൈവം യഹോവ ഹോരേബിൽ വെച്ച് സിനായ് മല നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ തൻ്റെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്നിവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. യഹോവ പർവ്വതത്തിന് നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോടാണ് നിയമം ചെയ്തത്. പഴയ നിയമം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ളതാണ്. അത് 33-ാം അധ്യായം ആവർത്തന പുസ്തകം. ആവർത്തനം 33-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. ആവർത്തനം 33:4 യാക്കോബിൻ്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. സങ്കീർത്തനം 140 മനോഹരമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ 147-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെ പറയും, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിൻ്റെ ചട്ടങ്ങളുടെ വിധികൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. അപ്പം ദൈവം അബ്രഹാം നൽകിയ വാഗ്ദാനം, അവനെ വലിയൊരു ജാതിയാക്കും, ഒരു ദേശം നൽകും. അതിൽ പകുതി പൂർത്തിയായി, വലിയൊരു ജാതിയാക്കി കഴിഞ്ഞു. വലിയൊരു ജാതിയായി മാറി അബ്രഹാമിൻ്റെ സമൂഹം. അത് പൂർത്തിയാവുകയാണ്. ഈ ദേശം എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം കൊടുക്കും. അത് ഹാരാനിൽ വെച്ച്
ആണ് അബ്രഹാമിനെ വാഗ്ദാനം ചെയ്യുന്നതിന് വലിയ ജാതിയാക്കും, കനാൻ ദേശം നിനക്ക് തരും. അവർ ഈജിപ്തിൽ അവർ ഇത്രയും വർഷം ജീവിച്ചു. എന്നിട്ട് അവിടെയും ഒരു ഫലപ്രദമായുള്ള ഒരു ഫലപുഷ്ടിയുള്ള ദേശത്താണ്, ഗോശേൻ ദേശത്താണ് ജീവിച്ചത്. അവിടെ ഏകദേശം 5 നൂറ്റാണ്ട് അവർ ദൈവത്തിന് 5 നൂറ്റാണ്ടൊന്നും വേണ്ട ദൈവം വാഗ്ദാനം ചെയ്ത് കൊടുക്കാൻ. പക്ഷെ അവരെ ചില പരിശീലനങ്ങൾ അവർക്ക് വേണം. ദൈവം നമുക്ക് നൽകി തന്ന വാഗ്ദാനം നമുക്ക് തരാനായിട്ട് അത്ര ദിവസമൊന്നും വേണ്ട. ഈ അബ്രഹാമിന്റെ സദ്യ തരാമെന്ന് പറഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞാണ് കുഞ്ഞിനെ കൊടുത്തത്. എന്തുകൊണ്ട്? അതിനുള്ളിൽ അബ്രഹാം പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. ദൈവം നമുക്ക് നൽകാവുന്ന വാഗ്ദാനം, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, തേജസ്സിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ വാഗ്ദാനം ദൈവത്തിൽ നമ്മളെ സ്ഥാനപ്പെട്ടോടനെ കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ഭൂമിയിൽ പലത് പഠിക്കാനുണ്ട്, പലത് കത്തിച്ച് കളയാനുണ്ട്, കൂട്ടിച്ചേർക്കാനുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്, നമ്മളെക്കുറിച്ച് ശുദ്ധീകരിച്ചെടുക്കണം. 10 പ്രാവശ്യം കഴുകിയാലും ചിലപ്പോൾ വെടിപ്പാവുകയുള്ളൂ. എന്നാലും ചില അവശിഷ്ടങ്ങൾ ആ മടക്കിനകത്ത് കാണും. അത് വീണ്ടും കഴുകി വെടിപ്പാക്കണം, അരിച്ചരിച്ചരിച്ചരിച്ച് ശുദ്ധമാക്കണം. അപ്പോൾ ഇത് വളരെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റുകയാണ്. ആദ്യം ഒരു ചെറിയ ചെടിയായിട്ട് മുളച്ച്, പിന്നെ അത് കുറേ കൂടെ വളർന്ന് തണ്ടിൻ്റെ ബലം കൊണ്ട്, പിന്നെ അത് തണ്ട് അതിൽ ചെറിയ ബഡുണ്ടായി, പിന്നെ പൂവുണ്ടായി, പിന്നെ ഫലമുണ്ടായി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത് ദേശം, രാഷ്ട്രം അല്ലെങ്കിൽ നേഷൻ ലാൻഡ്. നേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ജാതിയാക്കും, ദേശം തരും. ഇതാണ് വാഗ്ദാനം. അതിൽ 1ാം ഭാഗമാണ് നമ്മളിപ്പോൾ അവസാനിച്ചത്. ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവർ നടന്ന് ഇപ്പോൾ സിനായ് മലയുടെ ചുവട്ടിൽ നടന്ന് കനാൻ ദേശത്തിൻ്റെ വക്കിലെത്തുകയാണ്, അതിൻ്റെ അതിരിലെത്തുകയാണ്. ഇനിയാണ് അവർക്ക് യുദ്ധങ്ങളുള്ളത്. അതിനുള്ള പ്രാപ്തി അവരെ ആക്കുകയാണ് ദൈവം. വിശ്വാസത്തിൽ ബലപ്പെടുത്തി യുദ്ധ അഭ്യാസികളാക്കി, യുദ്ധസന്നദ്ധരാക്കി അവരെ കൊണ്ടുവന്ന് ഇപ്പോൾ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്. ദൈവം ഈ രാജ്യത്ത് സ്വന്തമാക്കണം. ഒരു ചില യുദ്ധങ്ങളുണ്ട്. ഈ ദേശം സ്വന്തമാക്കണമെങ്കിൽ അവിടെയുള്ള പലരെയും ഇവർ തോൽപ്പിക്കണം. സ്വർഗത്തിലെത്തണമെങ്കിൽ ജീവിതയാത്രയിൽ നാം പല പ്രതികൂലങ്ങളെയും തോൽപ്പിക്കേണ്ടി വരും. പല ശത്രുക്കളെയും, പൈശാചികന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ വിട്ട പലതിനെയും, പല ഗോലിയാത്രകളെയും നമ്മൾ തോൽപ്പിക്കേണ്ടി വരും. എങ്കിലേ അബ്രഹാമിനോടുള്ള വാഗ്ദാനം നിവൃത്തിയായി അവരുടെ സന്തതിയായി ഇവർക്ക് ഈ ദേശം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോരാട്ടത്തിന് മുമ്പ് മോശയ്ക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, മോശ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ദേശം കിട്ടണമെങ്കിൽ, ആ ദേശം നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? മോശയുടെ നിയമപ്രകാരം നിങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തയോടെ ജീവിക്കണം. എങ്കിലേ ദേശം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. ദേശം തരാമെന്ന് പറഞ്ഞാൽ ദൈവം തരിക തന്നെ ചെയ്യും. അതിന് ചില യുദ്ധങ്ങളുണ്ട്. പക്ഷേ ആ ദേശം നിങ്ങളുടെ കൈവശം ഇരിക്കണമെങ്കിൽ, ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹം നമ്മുടെ കൈവശം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. അനുഗ്രഹം കിട്ടിക്കളഞ്ഞാൽ ദൈവത്തെ കളയരുത്. അനുഗ്രഹം കിട്ടിക്കൊണ്ട് കർത്താവിനെ, സഭയെ ഉപേക്ഷിക്കരുത്. അനുഗ്രഹം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ദൈവം മോശ കൊടുത്ത ഉത്തരവാദിത്തം. 2 മലകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ജനത്തെ നിർത്തിയിട്ട് മോശ അവരോട് പറയും. ആവർത്തന പുസ്തകത്തിൽ 28, 29, 30 അനുഗ്രഹത്തിൻ്റെ മല, ശാപത്തിൻ്റെ മല. 2 മലയുടെ നടുവിൽ അവരെ നിർത്തിക്കൊണ്ട് അവരോട് വ്യക്തമായിട്ട് പറയും, നിങ്ങൾക്ക് ദൈവം തരാവുന്ന ദേശം ഇതാണ്. ആവർത്തന പുസ്തകത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ച് ഇപ്പോൾ അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം, ആവർത്തനം 29-1. മോശ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി പറഞ്ഞു എന്തെന്നാൽ, യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങൾ കാണുക, ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോട് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. അവിടെ ദൈവം ചെയ്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കും. എത്ര അത്ഭുതകരമാണ്. തൻ്റെ ചെറുകെ കീഴിൽ നമ്മളെ വഹിച്ച് നടത്തിയത്. കാല് വിങ്ങിയില്ല, വസ്ത്രം പഴകിയില്ല, നൽകാമെന്ന് പറഞ്ഞ് എല്ലാം നൽകി തന്നു. നിങ്ങൾ കണ്ടുവല്ലോ. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിന് നിവൃത്തി. അബ്രഹാമിനോട് പറയുമ്പോൾ അതിന് നിബന്ധനകളില്ല. പക്ഷെ ഇപ്പോൾ ഇവരോട് മോശ പറയുമ്പോൾ അതിന് നിബന്ധനകളുണ്ട്. ഇപ്പോൾ 29-9 ആവർത്തന പുസ്തകം 8 മുതൽ വായിക്കാം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കേണ്ടതിന് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചന പ്രകാരം ജീവിക്കണം. ഇന്ന് നിങ്ങളുടെ ഗോത്ര തലവന്മാരും മൂപ്പന്മാരും പ്രമാണികൾ ഇസ്രായേൽ പുരുഷന്മാരും ഒക്കെയും തന്നെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കേണ്ടത് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് നടപ്പി. ഇപ്പോൾ കണ്ടീഷൻ വന്നു, നിബന്ധന വന്നു. നിങ്ങൾ ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ, ഈ ദേശം സ്വന്തമാക്കണമെങ്കിൽ, യുദ്ധങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസ്തരായി നിൽക്കുക. അപ്പോൾ ഇവിടെ ലോകത്തിൽ പലപ്പോഴും തെറ്റായ അഭിപ്രായമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. ഒരു ദിവസം ഇസ്രായേൽ ജനങ്ങൾ തിരിച്ചു വന്ന് അവർക്ക് അവകാശമായി കിട്ടാനുള്ള ദേശം കൈവശമാക്കും. ഇല്ല, അവർക്ക് ഒരു അവകാശവും ഇല്ല. ദൈവത്തിൽ അവർക്കിനി ഒരു അവകാശവുമില്ല. അവർ കർത്താവ് യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ ചേരുവ സ്നാനമേറ്റ് ദൈവമക്കളായി മാറിയാൽ നല്ല ഒലിവ് കൊമ്പുകളായി അവർ വെട്ടിമാറ്റപ്പെട്ടത് ദൈവരെ തിരിച്ച് ചേർത്തൊട്ടിക്കും. അത് നല്ല കൊമ്പുകളാണ്. വേരുകളായ പിതാക്കന്മാർ താങ്ങി നിർത്തുന്ന വൃക്ഷത്തിൻ്റെ നല്ല കൊമ്പുകളായിരുന്നു. അവർ അവിശ്വാസങ്ങളാൽ ഒടിഞ്ഞുപോയി, ദൈവവചനത്തോട് വിധേയപ്പെട്ട് ജീവിച്ചില്ല, ഒടിഞ്ഞുപോയി. ദൈവം വെട്ടിക്കളയും.
ഒരിക്കൽ രക്ഷ കേട്ടാൽ എന്നും രക്ഷ ഭദ്രമാണെന്നുള്ള ദുരുപദേശമല്ല ബൈബിളിൽ പഠിപ്പിക്കുന്നത്. വീണുപോകും, കൃപയിൽ നിന്ന് വീണുപോകും, ക്രിസ്തുവിൽ നിന്ന് വേറിട്ട് പോകും. പക്ഷെ മാനസാന്തരം ഇവിടെ തിരിച്ചു വന്നാൽ ദൈവ കൃപയാൽ ഒട്ടിക്കും തിരിച്ച്. ഇസ്രായേലിന്റെ അവസ്ഥ അതാണ്. അവർ തിരിച്ചു വന്നാൽ യേശുവിനെ മസ്സിഹായിട്ട് വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം തിരിച്ചു വീണ്ടും ഒട്ടിക്കും. അപ്പോൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ശാപത്തെക്കുറിച്ച് നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കാം. അപ്പോൾ ഈ ചരിത്രം മറക്കരുത്. ഇത് ബൈബിൾ ചരിത്രമാണ്, യഥാർത്ഥ ചരിത്രമാണ്. ലോകത്തിലേക്ക് രക്ഷകനെ ദൈവം കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയുടെ ചരിത്രമാണ്. നമ്മളെ വഹിക്കുന്ന പിതാക്കന്മാരുടെ ചരിത്രമാണ്. ആ വൃക്ഷത്തിലാണ് നമ്മളെ ഒട്ടിച്ചത്, കാട്ടൊടിവായി നമ്മളെ കുട്ടി ഒട്ടിച്ചത്. മറക്കരുത്. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ സഹായം.